എങ്ങനെയാണ് പണമുണ്ടാക്കുക? 9 മുതൽ 5 വരെ പണിയെടുത്ത് ബോസിന്റെ വായിലിരിക്കുന്നത് കേട്ടാൽ മതിയെന്ന് ചിലർ പറയും. ബിസിനസ് നടത്തി റിസ്ക് എടുത്താൽ കീശ നിറയുമെന്ന് മറ്റു ചിലർ. പക്ഷേ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ ഗവൺമെന്റിനോ നിയമത്തിനോ പിടികൊടുക്കാതെ നമ്മുടെ കൺമുന്നിലൂടെ കോടികളാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഈ ട്രിക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്ര എളുപ്പമായിരുന്നോ പണമുണ്ടാക്കാനെന്ന്. എന്നാൽ ഓർക്കുക, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യവും പരീക്ഷിക്കാൻ ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. നിയമത്തിന്റെ പഴുതുകൾ വെച്ച് പണമുണ്ടാക്കാൻ കഴിയുന്ന 5 ഡാർക്ക് വൈറ്റ് കോളർ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പിറൈറ്റ് മാഫിയ. സ്വന്തമായി ഒരു വീഡിയോ പോലും ചെയ്യാതെ മറ്റു യൂട്യൂബർമാരുടെ വരുമാനം അടിച്ചു മാറ്റുന്ന പരിപാടിയാണിത്. അതിനായിട്ട് ആദ്യം പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന ആർക്കും ഫ്രീ ആയി ഉപയോഗിക്കാവുന്ന ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഇവർ ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ഒരു ഓഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ പിച്ച് വളരെ ചെറുതായിട്ട് മാറ്റും. ശേഷം ഇത് തങ്ങളുടെ സ്വന്തം ഒറിജിനൽ ട്രാക്കാണെന്ന് കാണിച്ച് ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി രജിസ്റ്റർ ചെയ്യും. യൂട്യൂബിൻ്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം പ്ലാറ്റ്ഫോം മുഴുവൻ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഫ്രീ മ്യൂസിക് ഉപയോഗിച്ച ആയിരക്കണക്കിന് ചെറിയ യൂട്യൂബർമാർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ചാനൽ പൂട്ടിപ്പോകുമോ, കേസ് വരുമോ എന്ന പേടിയിൽ ആരും ഇതിനെതിരെ ഡിസ്പ്യൂട്ട് കൊടുക്കാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ ഒടുവിൽ യൂട്യൂബ് ഈ വീഡിയോകളിൽ നിന്നുള്ള മുഴുവൻ പരസ്യ വരുമാനവും പകുതി ഈ തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും. സെക്കൻഡ് ഇസ് ഗൂഗിൾ റിവ്യൂ തട്ടിപ്പ്. സപ്പോസ് നിങ്ങൾ നാട്ടിൽ പുതിയൊരു കഫേ അല്ലെങ്കിൽ ഒരു സലൂൺ തുടങ്ങുവാന്ന് വെച്ചോ. എന്നിട്ടത് മെച്ചപ്പെടുത്താൻ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സെറ്റാക്കി. അപ്പോൾ ഇവർ പണി തുടങ്ങും. 100 കണക്കിന് ഫേക്ക് ഗൂഗിൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഫുഡ് വളരെ മോശമാണ്, സ്റ്റാഫിൻ്റെ ബിഹേവിയർ പോരാന്ന് പറഞ്ഞ് കൂട്ടത്തോടെ 1 സ്റ്റാർ റിവ്യൂ അടിക്കും. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ കടയുടെ ഗൂഗിൾ റേറ്റിംഗ് താഴെ പോകും. കസ്റ്റമേഴ്സ് വരുന്നത് നിൽക്കും. കൃത്യം 2 ദിവസം കഴിഞ്ഞ് ഈ ഗ്രൂപ്പ് തന്നെ ഓണറായ നിങ്ങളെ ഫോണിൽ വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങളൊരു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ഏജൻസിയാണ്. 50,000 രൂപ തന്നാൽ ഈ ഫേക്ക് റിവ്യൂസ് മുഴുവൻ ടെക്നിക്കലായി ഡിലീറ്റ് ചെയ്ത് 5 സ്റ്റാർ ആക്കി തരാം. സ്വന്തം ബിസിനസ് പൂട്ടിപ്പോകാതിരിക്കാൻ ഓണർ ഗതികെട്ട് ഈ പണം കൊടുക്കാൻ നിർബന്ധിതനാവും. വിഷം കൊടുത്തിട്ട് അതിനുള്ള മരുന്ന് വിൽക്കുന്ന തന്ത്രം. ഇതുപോലുള്ള കൂടുതൽ ഇൻസൈഡർ സീക്രട്ടുകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് സെക്കൻഡ് ഹാൻഡ് കാർ തട്ടിപ്പ്. ആദ്യം ഇവർ 2 ലക്ഷം കിലോമീറ്ററിലധികം ഓടിയ ടാക്സിയായി ഉപയോഗിച്ച വണ്ടികൾ ഇവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും. എന്നിട്ട് രഹസ്യ വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി ഡാഷ്ബോർഡ് അഴിച്ചു മാറ്റും. അതിലെ EEPROM ചിപ്പ് ഡീസോൾഡർ ചെയ്തോ അല്ലെങ്കിൽ ഒരു സ്കാനർ ടൂൾ കുത്തിയോ 2 ലക്ഷം എന്നുള്ളത് വെറും 45,000 കിലോമീറ്റർ ആക്കി മാറ്റും. പുറത്തുനിന്ന് നോക്കിയാൽ വണ്ടി പുത്തനായിരിക്കും. ഇന്റീരിയർ മുഴുവൻ നവീകരിച്ചു. ഡോക്ടറുടെ ഒരു സ്റ്റിക്കറും ഒട്ടിച്ച് ഇവർ ഇത് OLXിലിടും. 1.5 ലക്ഷത്തിന് വാങ്ങിയ വണ്ടി മീറ്റർ തിരിച്ച ശേഷം അവർ വിൽക്കുന്നത് 5-6 ലക്ഷം രൂപയ്ക്കാണ്. നെക്സ്റ്റ് ഈസ് അതിർത്തിക്കല്ല് മാഫിയ. ഇതൊരു പഴയ ടെക്നിക്കാണ്, പക്ഷേ ഇപ്പോഴും വർക്കാവും. ആദ്യം ഇവർ വർഷങ്ങളായി നാട്ടിൽ വരാത്ത ഗൾഫ് മലയാളികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് രാത്രിയുടെ മറവിൽ ഈ പറമ്പിലെ അതിർത്തിക്കല്ലുകൾ ഇവർ കുറച്ചു മാറ്റി സ്ഥാപിക്കും. അല്ലെങ്കിൽ ആ അതിർത്തിയിൽ ചെറിയൊരു താൽക്കാലിക ഷെഡ് കെട്ടും. എന്നിട്ട് പോവും. വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലമുടമ പറമ്പ് വിൽക്കാൻ അഡ്വാൻസ് വാങ്ങുന്ന സമയത്തായിരിക്കും ഈ ലോക്കൽ മാഫിയ പിന്നെ വരുന്നത്. അതിർത്തി തർക്കം കാണിച്ച് കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്താൽ 10 വർഷത്തേക്ക് ആ സ്ഥലം വിൽക്കാൻ കഴിയില്ല എന്നവർക്കറിയാം. ഒരു NRI പെട്ടെന്ന് നാട്ടിൽ വന്ന് കേസ് നടത്താൻ നിൽക്കില്ല. ആ കേസ് കൊടുക്കാതിരിക്കാൻ 5-10 ലക്ഷം രൂപയാണ് ഇവർ സെറ്റിൽമെൻ്റായി ആവശ്യപ്പെടുന്നത്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുള്ള പക്ക ബ്ലാക്ക്മെയിൽ. ലാസ്റ്റ് ഈസ് ഓവർ എംപ്ലോയ്മെൻറ്റ്. പണമുണ്ടാക്കാനുള്ള 5ാമത്തെ വഴി IT ഫീൽഡിലാണ്. സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് വർക്കാവണമെങ്കിൽ നല്ല എക്സ്പീരിയൻസും ബുദ്ധിയും വേണം. ആദ്യം ലിങ്ക്ഡിൻ വഴി അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികളുടെ റിമോട്ട് ജോലികൾ തെരഞ്ഞു പിടിക്കുക. ഇന്റർവ്യൂ പാസ്സായി ജോലി നേടിയാൽ പിന്നെയാണ് കളി തുടങ്ങുന്നത്. കമ്പനി തരുന്ന ജോലികൾ ഒന്നും സ്വന്തമായി ചെയ്യില്ല.
പകരം രഹസ്യമായി മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഫ്രഷേഴ്സായ പാകിസ്ഥാനികളെയോ ബംഗ്ലാദേശികളെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തന്നെ പിള്ളേരെയോ വെച്ച് വർക്ക് ചെയ്യിക്കും. ഡോളറിലോ യൂറോയിലോ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുമ്പോൾ ഇതിൻ്റെ പകുതി തുക പോലും ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. സംശയം തോന്നാതിരിക്കാൻ കമ്പനിയുടെ ഡെയിലി സൂം മീറ്റിങ്ങുകളിൽ മാത്രം ഇവർ സ്വന്തം മുഖം കാണിക്കും. ഒരു ജോലി സെറ്റായാൽ ഉടനെ അടുത്ത കമ്പനിയിൽ അപ്ലൈ ചെയ്യുക. ഇതേ പ്രോസസ്സ് വീണ്ടും തുടരുക. ചുരുക്കത്തിൽ ഒരാൾ തന്നെ ഒരു കമ്പനിയായി മാറും. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം നിയമത്തിൻ്റെ വളരെ നേർത്ത അതിർവരമ്പിലുള്ള ഗ്രേ സോൺ വഴികളാണ്. ഇതിലെന്തെങ്കിലും ഒന്ന് പാളിയാൽ നിങ്ങൾ ചെന്ന് വീഴുന്നത് വലിയൊരു ലീഗൽ ബ്ലാക്ക് ഹോളിലേക്കായിരിക്കും. ഇതിലേതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ.